വയനാട്ടിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. ഉച്ചയ്ക്ക് അല്പസമയം മഴ കുറച്ച് നേരിയ ഒരു കുറവ് മഴയിലുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ മഴയാണ് ജില്ലയിലെ എല്ലാ മേഖലകളിലും പെയ്യുന്നത്. പല മലയോര പ്രദേശങ്ങളിലും അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ അവസാനിച്ച 24 മണിക്കൂറിൽ തന്നെ 6 പ്രദേശങ്ങളിലാണ് 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്തത്. പ്രധാനമായും ബാണാസുര സാഗർ ഡാമിനടുത്തുള്ള കാപ്പിക്കളം, അതുപോലെ കുറ്റ്യാടി ചുരത്തിന് സമീപത്തുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഇത്രയും കനത്ത മഴ പെയ്യുന്നത്. മേപ്പാടി, ഇളമ്പിലേരിയിലും മുണ്ടക്കൈയിലും 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ കല്ലൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ഒരു ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങളെ ഇന്നലെ രാത്രി മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതല്ലാതെ ജില്ലയിൽ മറ്റൊരിടത്തും ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. ബാണാസുര സാഗർ ഡാമിൽ നിലവിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ KSEB ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി തേടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച ശേഷം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് അടക്കം നൽകിയ ശേഷമായിരിക്കും ഷട്ടർ തുറക്കുക. അതും വളരെ ചെറിയ അളവിലെ ആദ്യഘട്ടത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ശക്തമായ മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിലാണ് വയനാട്.